വാക്കു പാലിച്ച് തോമസ് ഐസക്. പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം കോന്നിയിൽ ആരംഭിച്ചു. മുൻ ധനമന്ത്രി തോമസ് ഐസക് മുഖ്യ സംഘാടകനായിരുന്ന ആഗോള പ്രവാസി മലയാളി സംഗമത്തിന്റെ തുടർച്ചയാണ് തൊഴിൽ ദാന പദ്ധതി. ആദ്യ ദിവസം തന്നെ കോന്നിയിലെ ജോബ് സ്റ്റേഷനിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് എത്തിയത്. നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ നിയോജക മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഏറ്റവും അധികം തൊഴിലിലേക്ക് ആളുകളെ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോളജ് മിഷൻ്റെ DWMS അഥവാ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ എല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ട് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് സ്റ്റേഷനെ കോന്നിയിലെ യുവതി യുവാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിന്റെ തെളിവാണ് ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ജോബ് സ്റ്റേഷനിലെ ഈ തിരക്ക്. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന KU ജനീഷ് കുമാർ MLA. ഡോക്ടർ തോമസ് ഐസക് മൈഗ്രേഷൻ കോൺക്ലേവ് തന്നെ നടത്തിയപ്പോൾ ഇതൊരു ചടങ്ങാണ് എന്ന് പലരും വിമർശിച്ചു. പക്ഷേ മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ ഉയർന്നു വന്ന ആശയങ്ങൾ ഒരു ദിവസം വൈകാതെ നടപ്പിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5000 ആളുകൾക്ക് ഏറ്റവും അടുത്ത സമയം തൊഴിൽ നൽകും എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് 10,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പദ്ധതിയെ ഏറെ പ്രതീക്ഷയോടെയാണ് കോന്നിയിലെ യുവജനങ്ങളും നോക്കിക്കാണുന്നത്. സോ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ ചെയ്തു വരുന്നത്. കോൺസെപ്റ്റായിട്ടാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്നതും അതുകൊണ്ടാണ്. കോന്നി സിവിൽ സ്റ്റേഷനിലാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം. അഖിലേഷ് കുടുംബോടൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.